ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ അമ്മ വിളിച്ചിട്ടും താൻ ചെന്നില്ലെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് സങ്കടമാവുമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ഡ്രസ്സ് എടുത്ത് പുറത്തിറങ്ങണം കേട്ടോ. അപ്പോൾ അർദ്ധരാത്രിയിൽ ഈ ഇറങ്ങുന്നത് കാണുമ്പോൾ ഷ്യാമും സോനയും ഭാനുമൊക്കെ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് ഈ നേരത്ത് പോകുന്നത്? അമ്മയ്ക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അത് വേണോ എന്ന് പറയുമ്പോൾ കൊണ്ടു കൊടുക്കട്ടെ, അമ്മ വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ അത് വിഷമമാവും, അവിടെ ഹർഷയ്ക്ക് വയ്യ എന്നാ പറഞ്ഞു കേട്ടത് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഈ സമയം സോന പറയാണ്, ഇനിയിപ്പോൾ അവിടെ നിന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ഷ്യാമ് പറയാണ്, ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടാന്ന് കാണിച്ച ഇന്ദ്രേട്ടൻ്റെ ആ വകതിരിവ് അത് മതി ഇപ്പോഴും തിരിച്ചു വരാൻ. എന്നാൽ രക്ഷപ്പെട്ടു. സുശീലാൻ്റെയും ഹർഷയും കൂടി കളിക്കുന്ന ഇന്ദ്രേട്ടനെ അവിടെ വീഴ്ത്താനാണ്. എന്നാൽ അത് വീഴാതിരുന്ന ഇന്ദ്രേട്ടൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യം പറയണേ, അങ്ങനെയൊന്നും എൻ്റെ ഏട്ടനെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്ന് സത്യം പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ ദയയും അതുപോലെ മഞ്ചാടിയാണ് കാണിക്കുന്നത്. മഞ്ചാടി പറയുകയാണ്, ഞാൻ ഹോസ്റ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ റൂം ഫ്രീ ആയി കിട്ടില്ല ദയേച്ചിക്ക്. എനിക്ക് ഫ്രീ ആയി കിട്ടിയിരുന്നു, പക്ഷെ ആ ചീരു വരുമോ എന്ന് പേടിയുണ്ട്. അപ്പോഴേക്കും അവിടെ മഞ്ചാടി പറയുകയാണ്, ആ ചീരു വെച്ച് വരുവാണാവോ, കാരണം ചീരു വെച്ചിക്ക് 2 കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഒരു പക്ഷേ ദയേച്ചിയുടെ റൂമിലോട്ട് വരുവാണാവോ. അപ്പോൾ ഉടൻ തന്നെ അതും എനിക്ക് പേടിയുണ്ട് എന്ന് ദയ പറയുമ്പോൾ അവിടെ മഞ്ചാടി പറയാണ്, ദയ പറഞ്ഞ ഉടൻ തന്നെ മഞ്ചാടി പറയാണ്, ഇപ്പോൾ കൂടുതൽ അടുപ്പം അനുചേച്ചിയുമായിട്ടാണ് ഇപ്പോൾ ഈ ഗർഭിണി ആയതിനു ശേഷം, അതുകൊണ്ട് വരുമെന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വരാതിരുന്നാൽ നന്ദി എന്ന് ദയ പറയാനായിട്ടാ. എന്തായാലും എൻ്റെ ചേച്ചി ഒരു തൻ്റേടി തന്നെ എന്നിങ്ങനെ മഞ്ചാടി പറയുമ്പോൾ ഉടൻ തന്നെ ഈ ചീരുവച്ചിക്ക് വട്ടാണെങ്കിൽ വിനയേട്ടൻ്റെ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും വിനയേട്ടന് കീഴ്പ്പെടുത്ത് കൊടുക്കാനും ചേച്ചിക്ക് വട്ടാണ്. ഇത്രയും മാനസിക രോഗിയായ ഒരാൾക്ക് കീഴ്പ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ദയച്ചിട്ട് ധൈര്യമൊന്നും ചീരു ചേച്ചിക്ക് ഇല്ലല്ലോ. അതല്ലേ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. 3ാമത്തെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ കളയാത്തത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദയ പറയാണ്, ഞാനായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും അബോർഷൻ ചെയ്തിരുന്നു. ഞാൻ ആരുടെ വാക്കുകൾക്കും വില കൊടുക്കില്ല. എനിക്ക് എൻ്റെ വാക്കാണ് വലുത്, കാരണം ഞാനാണല്ലോ അനുഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാനത് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അത് ദയേച്ചിയുടെ കരുത്ത് തന്നെ. എന്തായാലും ആ വീട്ടിൽ നിന്നും ദയേച്ചി ഇറങ്ങി വന്നല്ലോ ശബരിയേട്ടനെ വേറെ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് കരുതി പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടുത്തെ അച്ഛനെ എല്ലാവരും സംസാരിച്ചിട്ട് ദയേച്ചി അങ്ങോട്ട് തിരിച്ചു പോകാൻ തയ്യാറായില്ലല്ലോ. ദയേച്ചിക്ക് തന്നെ അങ്ങനെയൊക്കെ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കലേ എന്നും എൻ്റെ ഭർത്താവിനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കെൻ്റെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് പറയുമ്പോൾ മഞ്ചാടി പറയണേ, ഇപ്പോൾ എന്നും ശബരിയേട്ടനും എപ്പോഴും ദയേച്ചിയുടെ കൂടെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തവണ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാനിട്ടാവും. ഈ സമയം ദയയുടെ ഉള്ളിൽ ഒരു പേടി വരുന്നുണ്ട്. അപ്പോൾ ദയ മഞ്ചാടിയോട് പറയണേ, എന്തായാലും നീ രക്ഷപ്പെട്ടു മോളെ, കല്യാണം കഴിഞ്ഞ കാല് കിട്ടിയതിന് തുല്യമായി, അതുകൊണ്ട് തന്നെ നീ രക്ഷപ്പെട്ടു. നീ ഇപ്പോൾ ഗോകുലിൻ്റെ വിവാഹം മുടങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഇനി നിൻ്റെ മേലിൽ ഒരു വിവാഹം വരാതെ നീ നോക്കിക്കോളാൻ മതി. ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യമാണ്, അച്ഛൻ നിന്നെ വീണ്ടും ഉറപ്പിക്കുമോ എന്നൊരു പേടിയുണ്ട്. നിൻ്റെ പഠിപ്പ് അങ്ങ് ഫുള്ളാക്കാൻ സമ്മതിക്കില്ല നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഉടനെ അവിടെ മഞ്ചാടി പറയണില്ല, എനിക്കിനി ഒരു വിവാഹം ഉണ്ടാവില്ല. എന്തായാലും ഗോകുലുമായിട്ടുള്ള വിവാഹം മുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി അച്ഛനൊരു വിവാഹക്കാര്യം പറഞ്ഞ് വരില്ല, വന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അമ്പിളി മഞ്ചാടി എന്ന് പറഞ്ഞിട്ടുള്ള വിളി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് വരുന്ന ചേച്ചി എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി അങ്ങ് പോകുന്നു. പിന്നീട് ദയ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, തൻ്റെ ശബരിയെ തനിക്ക് കിട്ടുമോ എന്നൊരു പേടി കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദയ എന്നും വിളി വരുന്നു കേട്ടോ. അങ്ങനെ ദയയും പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി വളരെ ടെൻഷനിലാണ്. അപ്പോൾ സച്ചി വന്നിട്ട് പറയാണ്, 40 ദിവസത്തിനുള്ളിൽ വിവാഹം നടത്തണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്ത് ചെയ്യും എന്നൊക്കെ എന്നെ പറയുമ്പോൾ മകളും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗോകുൽ പറയാം, എന്ത് ചെയ്യാനാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജാതകം ശരിയാവില്ല, അല്ലെങ്കിൽ ചെറുക്കൻ ശരിയാവില്ല, നമുക്ക് സ്റ്റാറ്റസിനനുസരിച്ചൊരു ബന്ധം കിട്ടുന്നില്ല, ഒക്കെ വിഷയമാണല്ലോ എന്ന് പറയുമ്പോൾ സാവിത്രിയും പറയാണ്, ഇനി എന്താ ചെയ്യുക, നല്ലൊരു വിവാഹബന്ധം മുടങ്ങിപ്പോയി, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇനിയിപ്പോൾ നല്ലൊരു ബന്ധം കിട്ടിയാലും ആ സുശീല ഇനിയും ഇതുപോലത്തെ വേലത്തരം ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല, ഇനിയും എൻ്റെ മോളുടെ കല്യാണം മുടങ്ങുമോ എന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയാം, എന്നാൽ അവരെ ഞാൻ കൊന്നേക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗോകുൽ പറയാണ്, അവരെ കൊന്നിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛാ, അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എന്ത് പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് പറയാണ്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സത്യേട്ടനെ അങ്ങ് വിവാഹം കഴിച്ചാലോ? എന്താടി നീ പറയുന്നത്? അപ്പോഴേക്കും സാവിത്രി ചോദിക്കുക, എന്താ വല്ല അസംബന്ധം പറയുന്നു? അപ്പോഴേക്കും ഗോകുൽ, എന്താ മോളെ നീ അവിവേകം വിളിച്ച് പറയുന്നത്? എന്ത് പൊട്ടത്തരമാണ് നീ പറഞ്ഞത്? ശരിയാണ്, ഞാൻ പറഞ്ഞ പൊട്ടത്തരമായിരിക്കും. സത്യേട്ടൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയാണ്, ഒരു ഡോക്ടറും കലക്ടറും അങ്ങനെ ഒന്നുമല്ല.
പക്ഷെ സത്യേട്ടന് നല്ലൊരു മനസ്സുണ്ട്. അപ്പോൾ ആ സ്ത്രീ വിചാരിച്ചത് നടന്നില്ലേ എന്ന് ഗോകുൽ പറയുമ്പോൾ അത് ശരി തന്നെയാണ്. ഞാൻ ഇന്നും ഇന്നലെ അവരെ ഉന്നിട്ട് നടക്കൽ തുടങ്ങിയതല്ല, കുറേ കാലമായി. സത്യേട്ടൻ്റെ ഭാര്യയായി ചെന്നാലേ എനിക്ക് അവരെ വരച്ച വരയിൽ നിർത്താൻ പറ്റുള്ളൂ, എങ്കിലാണ് എൻ്റെ പ്രതികാരം അവരോട് തീരുള്ളൂ. അപ്പോൾ തന്നെ ഗോകുൽ പറയണ പ്രതികാരം തീരുള്ളൂ എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല. സുശീലയാണ് ആള്. ആ ആൻറ്റിക്ക് ഒന്നിന് വേറൊരു കഴിവുണ്ട്. അവർ ഏത് വരച്ച വരയിൽ നിർത്താൻ പറ്റുന്ന വ്യക്തിയെയും അവർ വരച്ച വരയിൽ നിർത്തുമെന്ന് പറയുമ്പോൾ സത്യമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയം എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത മക്കളുടെ സംസാരം കേട്ടിട്ട്? അല്ല, ഞാൻ എന്തു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. സത്യന് ഇപ്പോൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞത് നല്ല കാര്യം. എന്നാൽ സുശീലയുടെ വീട്ടിലോട്ട് കല്യാണം കഴിപ്പിക്കുന്നതിന് എനിക്കും യോജിപ്പില്ല. പക്ഷെ സത്യനെ നമുക്ക് ഇങ്ങ് വിലക്ക് വാങ്ങിച്ചാലോ? അതാവുമ്പോൾ നന്നല്ലോ. സത്യൻ നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനോട് യോജിപ്പാവണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സത്യനെയാണ്. സത്യൻ ഇങ്ങനെ പറയാണ്, ഇന്നിപ്പം സത്യനോട് ക്ഷമ പറയാണ്, ഇന്നിപ്പം നിൻ്റെ അമ്മ വരുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ മുന്നോടിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. പ്രസവാനന്തര ചടങ്ങുകളൊക്കെ നിൻ്റെ അമ്മയാണ് നടത്താനുള്ള പരിപാടി. അപ്പോൾ ഇത് കേൾക്കുന്ന സത്യൻ പറയാണ്, അതൊരിക്കലും നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ അമ്മയെ അവരുടെ വേലക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ക്ഷമ പറയാണ്, അതിന് എൻ്റെ അമ്മയ്ക്കല്ലേ തോന്നേണ്ടത്. അവർ എന്തായാലും അനുചേച്ചിയെ ഇവിടെ നിന്ന് അകറ്റാൻ വേണ്ടി അവർ ഹർഷയെ തിരഞ്ഞെടുക്കാനും മടിക്കില്ല. അതാണ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദ്രേട്ടനെ അങ്ങോട്ടേക്ക് അടുപ്പിച്ച് കൊണ്ടുപോകുന്നതും അതിനാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ പിന്നെ സത്യം പറയാണ്, അതൊരിക്കലും നടക്കില്ല. ഒരാളുണ്ടല്ലോ പൊട്ടനായി നടക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന രവി, അയാളെ ഞാൻ പലതും അറിയിക്കും. അപ്പോൾ ഉടനെ ഷാമു പറയണേ, പൊട്ടനെന്ന് പറയാൻ പറ്റില്ല, അയാൾ അറിയാത്തത് കൊണ്ടായിരിക്കാം. എന്തോ ഒരു വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന അയാൾ അറിയാവുകയാണ്, അയാൾ പൊട്ടൻ കളിക്കുകയാണ് എന്ന് സത്യം പറയുമ്പോൾ അവിടെ എന്തിനാണ് ഇപ്പോൾ ഇന്ദ്രേട്ടൻ്റെ കാര്യം തന്നെ എടുത്തിട്ടാൽ പോരെ? ഇന്ദ്രേട്ടൻ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴും അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ മുന്നോട്ട് പോകുന്നത്? അതുപോലെ ആണെങ്കിലോ രവി എന്ന് സത്യം തിരിച്ച് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ ഷ്യാമിനോട്. അപ്പോൾ ഷ്യാമ് പറയണ, അതും ശരിയാണ്, അതും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. എന്തായാലും എനിക്ക് ഇതായിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയെയും എൻ്റെ ഇന്ദ്രേട്ടനെയും അവിടെ ആ പെണ്ണും പിള്ള പിടിച്ചു വെക്കാനാ പരിപാടിയെങ്കിൽ ഞാൻ ആ ഒന്നും അറിയാതെ ഇരിക്കുന്ന രവി ഉണ്ടല്ലോ, അയാളെ എല്ലാം അറിയിച്ചുകൊണ്ട് വിട്ടാൽ ഇതിൻ്റെ ഒരു പരിഹാരമാകുമെന്ന് പറയുമ്പോൾ സോനയും അതിന് മൂളുന്നു കേട്ടോ. അപ്പോൾ ഷ്യാമും പറയാം, അത് നല്ല കാര്യം തന്നെയാണ് എന്ന് ഷ്യാമും പറയുന്നു കേട്ടോ. എന്നാൽ ഇതിനിടയ്ക്ക് അർദ്ധരാത്രി ഡ്രസ്സുമായിട്ട് സുശീലക്കുള്ള ഡ്രസ്സുമായിട്ട് ഇന്ദ്രൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കതക് തുറക്കുന്നത് ഹർഷയാണ്. ഇന്ദ്രൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഹർഷ ഓടി വരാം. അപ്പം ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എല്ലാം സുഖമില്ലാതെ കിടക്കുകയെന്ന് പറഞ്ഞ് ഇപ്പോഴെന്താ അതിന് നീ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേനെ എൻ്റെ അസുഖം എല്ലാം മാറി. അപ്പോൾ രവി അമ്മയുടെ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഹർഷ ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല, എന്നാൽ നീ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്ക്. എനിക്ക് വേണ്ട, എന്നെ കാത്ത് അവിടെ സത്യനിരിപ്പുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഞാൻ കഴിക്കുള്ളൂ. എന്താ ഇന്ദ്ര നീ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്? പ്രസവം കഴിയുന്നത് വരെ നീ എൻ്റെ അടുത്ത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റുണ്ടോ? ഒരു ദിവസമെങ്കിലും നീ എൻ്റെ അടുത്ത് കഴിക്ക് വാ. അപ്പോൾ ഉടൻ തന്നെ അതൊന്നും നേരായ പ്രവൃത്തിയല്ല. എന്ത് തെറ്റായ പ്രവൃത്തിയാണെന്നാണ് നീ പറയുന്നത്? നിൻ്റെ അമ്മ ഇവിടെ ഉള്ളപ്പോൾ നിനക്കിവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? നീ വന്നേന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ കൈകൾ പിടിച്ചു വലിക്കുമ്പോൾ ഇന്ദ്രൻ ആ കൈ ഒരു തട്ടങ്ങ് തട്ടിയിട്ട് ഹർഷയെ ഇങ്ങനെ നോക്കണേട്ടാ. അങ്ങനെ ഒരു സീന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് സത്യൻ അങ്ങനെ ശരിയാവില്ല, എൻ്റെ അമ്മയെ പിടിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഹർഷയുടെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ ഹർഷയുടെ തുണിയൊക്കെ എടുക്കുന്നതായിരിക്കും. ഇതേ സമയം ഹർഷയാണെങ്കിൽ ഫോണിൽ കൊഞ്ചിക്കഴിയുന്ന ആ രംഗമാണ് ഇത് കാണുന്ന സത്യനങ്ങ് ദേഷ്യം പിടിക്കണേ. അങ്ങനെ അമ്മ എന്താ ഈ കാണിക്കുന്നത്? എന്താണ് നിനക്ക് കണ്ണ് കാണാനില്ല? ഞാൻ എന്താ കാണിക്കുന്നത്? അതെനിക്കറിയാം. കണ്ട വീട്ടുകാരുടെ വീട്ടിലാണോ അമ്മക്ക് ഈ വീഴ്പഴിക്കുന്ന പണി? എന്താ ഞാനിത് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചത്, ഞാൻ ഈ പണിയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. അതൊക്കെ ശരിയായിരിക്കാം, അമ്മ മറ്റുള്ള വീട്ടിൽ പോയി വീട്ടുജോലി ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അമ്മയുടെ സാഹചര്യം അങ്ങനെയാണോ? ഈ പെണ്ണുപിള്ളയുടെ വീട്ടിൽ വന്ന അമ്മക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴേക്കും ഹർഷ, ഡാഡാ ഇനി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നാണ് സംസാരിക്കുന്നത്, എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്കൊരു പേരുണ്ട്, പെണ്ണുപിള്ള എടി പൊടി എന്നുള്ള ഉച്ചരിക്കാതെ ഹർഷ എന്ന് ഉച്ചരിച്ചൂടെ? അപ്പോൾ തന്നെ അതിനെനിക്ക് സൗകര്യമില്ല. അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഹർഷ പറയാണ്, ഇവിടുത്തെ പണി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. ഞാനിപ്പോൾ ഇതുവരെയും
നിൻ്റെ അമ്മയോട് ഒരു പണിയും ചെയ്യിപ്പിച്ചില്ല, നിൻ്റെ അമ്മ സ്വയം ചെയ്യുന്നതാണ്. അതെനിക്ക് തോന്നി, എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് സത്യം പറയാണ്, അമ്മയ്ക്ക് എന്താ വട്ടായോ, ഇവളുടെ പണി ചെയ്ത് കൊടുത്ത് ഇവളുടെ വേലക്കാരിയായി പ്രസവാനന്തര ചടങ്ങുകളും നടത്തി അമ്മക്ക് വരാൻ വട്ടായോ, അമ്മ ഇത്രയും ബുദ്ധിയില്ലാതെ പെരുമാറുന്നത്. ദേ സത്യ, ഇതെൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന പണിയാണ്, നീ നിൻ്റെ പണി നോക്കിപ്പോ എന്ന് പറയുമ്പോൾ അവിടെ അമ്മയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അർഷയുടെ ഡ്രസ്സുകളെല്ലാം വാങ്ങിയിട്ട് അർഷയുടെ മുഖത്തോട്ട് ഒറ്റ എറിഞ്ഞിട്ട് മര്യാദ എൻ്റെ കൂടെ വരുന്നുണ്ടോ, ഞാൻ ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്ന് സുശീല പറയുമ്പോൾ, എന്നാൽ നിൻ്റെ അപ്പോഴേക്കും രവിയെക്കുറിച്ച് ഹർഷ പറയണേ, നീ ഇങ്ങനെ ഈ മുറ്റത്ത് കിടന്ന് തല്ലുകൂടിയാൽ എൻ്റെ ഭർത്താവിനെ ഞാനങ്ങ് വിളിക്കും. അപ്പോൾ സത്യം പറയണേ, എനിക്ക് ഏറെ സൗകര്യമായി, നീ വിളിക്കടി, വിളിച്ചെങ്കിലാണ് ചില കണ്ണ് പൊട്ടന്മാരെ കണ്ണ് പൊട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയുള്ളൂ. അല്ലാതെ ഇങ്ങനെയുണ്ടോ, ഇങ്ങനത്തെ തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ പ്രവൃത്തി നീ ജോത്സ്യൻ്റെ അടുത്ത് പോയി കള്ളപ്രവചനം പറഞ്ഞ് അയാൾക്ക് പൈസ കൊടുത്ത് പറയിപ്പിച്ചതൊന്നും ഞാൻ അറിയില്ല എന്നാണ് നിൻ്റെ വിചാരം. എന്നാൽ ഞാൻ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് രവിയോട് ഞാൻ എല്ലാം തുറന്നു പറയും എന്ന് പറയുമ്പോൾ സുശീല പറയണേ, നിനക്കെന്താടാ വല്ല വട്ടുണ്ടോ രവിയോട് ഇതൊക്കെ തുറന്നു പറയാൻ, നീ എന്താടാ പൊട്ടം കളിക്കുകയാണോ, എന്നാൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട എന്നുണ്ടെങ്കിൽ അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടോ. അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ എന്താ സത്യം, നീ ഇങ്ങനെ കിടന്ന് ചൂടാവുന്ന അകത്തോട്ട് കയറുന്നില്ലേ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭാര്യയുടെ പ്രസവം കഴിയുന്നത് വരെ എൻ്റെ അമ്മ ഈ വീട്ടിലെ വീട്ടുജോലി ചെയ്യാനാണ് നിങ്ങളിവിടെ നിർത്തുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന രവി പറയാണ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഇവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് സുശീല ആൻറ്റി, അതിലെന്താ തെറ്റ്, എന്നാൽ ഞങ്ങൾക്ക് തെറ്റുണ്ട്. എൻ്റെ അമ്മ ഈ വീട്ടിലെ വീട്ടുജോലി ചെയ്യാനല്ല ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്, ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഹർഷ എൻ്റെ അമ്മയെ ഇവിടെ പിടിച്ചു വെച്ച് വീട്ടുജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോം നേഴ്സിനെ വെച്ചൂടെ എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രവി ആകെ ഞെട്ടാണ്. എന്നാൽ ഈ സമയം ഹർഷയുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട്, നീ എൻ്റെ ഇന്ദ്രേട്ടനെ സ്വന്തമാക്കാൻ നീ കരുതിയിട്ടുണ്ട്, അതൊരിക്കലും നടക്കാത്ത വ്യാമോഹമാണ്, അതിന് ഈ സത്യം ഇവിടെ സമ്മതിക്കില്ല, നാട് മുഴുവൻ നിൻ്റെ ഭർത്താവ് മുഴുവൻ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ സുശീല പറയുന്നുണ്ട്, നീ നിൻ്റെ ഏട്ടനെ കൊലക്ക് കൊടുക്കാനാടാ പോകുന്നത് എന്ന് പറയുമ്പോൾ, ആ പേടിയുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ എന്ന് സത്യൻ സുശീലയോട് പറയുന്നു കേട്ടോ.